ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്നൊരു മാംഗോ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ കോലം ഒന്ന് നോക്കണ്ടേ, ഞാൻ വീട്ടിലാണുള്ളത്. അപ്പോൾ ഞാൻ നാളെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് മാംഗോ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ കുറച്ച് യൂട്യൂബിൽ വീഡിയോ കണ്ട് റെഫറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള, എനിക്ക് പല സാധനം എൻ്റെ കയ്യിലില്ല. അപ്പം കയ്യിലുള്ള സാധനം വെച്ചിട്ട് ചെറിയൊരു തട്ടിക്കൂട്ട് മാംഗോ കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം. അപ്പം എൻ്റെ കിച്ചൺ നോക്കണ്ട, നല്ല ഇരുട്ട് പിടിച്ച കിച്ചണാണ്. അപ്പം ഞാൻ ലൈറ്റ് ഇട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ രാവിലെ ഓടാൻ പോയി വരുന്ന സമയത്ത് ഞാൻ ഇവിടെ അടുത്ത് KPN ഉണ്ട്. അപ്പോൾ KPN അവിടെ നിന്ന് ഞാൻ കുറച്ച് മാങ്ങ വാങ്ങി. ഇത് നീലൻ, ആ ഒരു ടൈപ്പ് വാങ്ങിയത്. ഞാൻ മുമ്പ് കഴിച്ചപ്പോൾ നല്ല മധുരമുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ വാങ്ങിച്ചതാണ്, ഈ നീലെന്ന് പറഞ്ഞിട്ട്. ഇത് ഞാനിപ്പോൾ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഒന്നുകൂടി ആ വീഡിയോ കണ്ടു നോക്കണം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി ഞാൻ മാങ്ങ കട്ടൊക്കെ ചെയ്തിട്ട് വീഡിയോ ആദ്യം ഒന്നുകൂടി കണ്ടു നോക്കട്ടെ. എൻ്റെ ഒരു ഓർമ്മയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ഞാൻ മാങ്ങയെല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ നോക്കി വെച്ച റെസിപ്പി മൈദ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. ഗോതമ്പ് പൊടി യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം കുറച്ച് വീട്ടിൽ നമ്മളെന്താ ഉണ്ടാക്കിയല്ലേ, അപ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങുന്നില്ല എന്ന് വെച്ചു കേക്ക്. അപ്പോൾ ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ട് അങ്ങോട്ട് പോട്ടെ എന്ന് വെച്ചു. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു റെസിപ്പി എടുത്തത്. എനിക്കറിയില്ല സക്സസ് ആകുമോ എന്നുള്ളത്. ഞാൻ കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പും. ഓട്സിൻ്റെ ഫ്ലോറൊക്കെ വെച്ചിട്ട്. പക്ഷേ ഞാൻ ഫ്രൂട്ട്സ് അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടാണ് ചെയ്തത്. പക്ഷേ ആക്ച്വലി ഒരു ഫ്രൂട്ട് വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം നോക്കാം ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. തോന്നിയത് മതിയായിരിക്കും എന്നാ ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരമുണ്ട്. ചെറിയ കഷ്ണം കഴിച്ചു നോക്കി. അപ്പോൾ ഞാനിത് ചെറിയൊരു ജ്യൂസറുണ്ട്, നമ്മൾ പൊടിക്കുന്നില്ലേ, പെപ്പറൊക്കെ പൊടിക്കാൻ ഉപയോഗിക്കുന്ന നമ്മൾ ജ്യൂസറിൽ, അതിലേക്കാണ് ഞാൻ ഇടുന്നത്. വലുതുണ്ട്, പക്ഷേ വലുത് നമ്മൾ തുടച്ചെടുക്കുകയൊക്കെ വേണം, ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ചെറുതെടുത്തിട്ട് ജ്യൂസ് അടിക്കാനാണ് വെച്ചിരിക്കുന്നത്. അത് ഞാൻ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് മാങ്ങ എടുത്തിട്ടുള്ളൂ. അപ്പം ഇതിൽ ഞാൻ ഒന്ന് അരച്ചെടുക്കട്ടെ, ജ്യൂസ് എടുക്കട്ടെ. കുറച്ച് പണി, ഞാൻ കുറച്ച് പാൽ വെച്ചിട്ട് ശരിയാക്കുന്നത്. എന്തായാലും എനിക്ക് കേക്ക് പാൽ വയ്ക്കാനുണ്ട്. അപ്പം ഞാൻ ഇതിൽ പാൽ വയ്ക്കട്ടെ. കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട്. അത് അറിയുന്നില്ല, ആക്ച്വലി അറിയില്ല എന്താ സംഭവിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. ഞാൻ അപ്പം ഞാൻ എൻ്റെ മെഷർമെൻറ്റ് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഈ പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യും. പിന്നെ ഇത് നമ്മുടെ മിക്സിംഗ് ബൗളാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ആദ്യം കേട് എടുക്കണം. കേടിൽ ജാഗരി പൗഡർ ഇട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം പഴുപ്പിട്ടിട്ട് നന്നായിട്ട് ഒന്നുകൊണ്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഫ്ലോർ ഇടണം. എന്നിട്ട് കുറച്ച് അവർ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ആണ് ഞാൻ കണ്ട വീഡിയോയിൽ. പക്ഷെ എനിക്ക് കയ്യിൽ സൺഫ്ലവർ ഇല്ല, ഞാൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യും.
അത് വെച്ചാൽ ഞാൻ ബേക്ക് ചെയ്തിട്ട് പറഞ്ഞല്ലോ, അത് വെച്ചാൽ ഞാൻ ചെയ്തത്. അപ്പം നമ്മൾ അത് സ്റ്റെപ്പ് ചെയ്യാം, തുടങ്ങാം നമ്മുടെ മിക്സിങ് പരിപാടി. ഇത് ഞാൻ ആക്ച്വലി ഞാൻ അക്ഷയകൽപ്പയുടെ കേടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അടിപൊളി കേടാണ് കേട്ടോ. എന്താ ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ഇതിപ്പം അക്ഷയകൽപ്പയുടെ കുറച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതെ തുടങ്ങിയിട്ട് ആക്ച്വലി അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ മെഷർമെൻറ്റ് എടുക്കുന്നത് പൊട്ടിച്ചിട്ടില്ല, അതൊന്ന് കഴുകട്ടെ, പാക്കൊന്ന് കഴുകട്ടെ, അത് പൊട്ടിക്കട്ടെ. അപ്പം ഞാൻ ഇത്ര കേടാണ് എടുത്തത്. ഞാൻ ചെറിയൊരു കേക്കാണ് ഉണ്ടാക്കുന്നതെന്നുള്ള കൊണ്ട് ഞാൻ ഇത്ര എടുത്തുള്ളൂ. അപ്പം ഞാനത് മിക്സ് ചെയ്യാൻ തുടങ്ങട്ടെ. ഫസ്റ്റ് കേടെടുത്തു, കൈ കൊണ്ട് തുടച്ചിടണം. എൻ്റെ കയ്യിൽ ഇപ്പോഴത്തെ കയ്യിൽ ഫോണായതുകൊണ്ട് ഇനി തുടച്ചിടണം. ഞാൻ തുടച്ചിട്ടെ. ഇനി ഇതിലേക്ക് ജാഗരി പൗഡർ ഇടണം. അപ്പം ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ, കാരണം പാനക്ക് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പം ഞാനൊരു 3 സ്പൂൺ എടുക്കാമെന്ന് വെച്ചു. അത്ര എടുത്തു. നമ്മുടെ മെയിൻ സാധനം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാങ്ങയുടെ പ്യൂര്, അതും കൂടി മിക്സ് ചെയ്യാൻ വെച്ചു. എനിക്ക് തോന്നുന്നത് ഇത് മതിയായിരിക്കുന്ന. ഇത് മതി. ഇനി അധികമായാലും ഓവറായിപ്പോവും. മതി. ബാക്കി ഞാനങ്ങ് കുടിക്കും, അല്ല ബാക്കി ഞാനങ്ങ് കഴിക്കും. ഇത്ര തന്നെ. ഇപ്പോൾ ഇതോടെ മുണ്ടിയാക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ടെടുക്കാം. ഇനി നമ്മളുടെ മിക്സിങ് പരിപാടിയാണ്. ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ. എനിക്ക് ഈ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ മിക്സ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഞാൻ മിക്സ് ചെയ്യട്ടെ ആദ്യം ഒന്ന്, എന്നിട്ട് കാണിച്ചു തരാം. ഇനി നമ്മളുടെ ഗോതമ്പ് പൊടി ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. ഈ ഒരു കപ്പ് എടുക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ ഇത്ര എടുക്കുന്നത് ഗോതമ്പ് പൊടി. എൻ്റെ കയ്യിൽ ബേക്കിംഗ് സോഡയില്ല, പൗഡർ മാത്രമേ ഉള്ളൂ. ഞാനത് മാത്രമേ ബേക്കിംഗ് പൗഡർ മാത്രമേ ഉള്ളൂ. ലിമിറ്റഡ് സാധനം, അത്രേ ഉള്ളൂ. കുറച്ച് ഞാൻ ഇടുന്നുള്ളൂ. എനിക്ക് വലിയ അളവിൻ്റെ ഇത്ര ഇടണമെന്ന് അളവെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ഒരു കൈക്കണക്കാണ് ഇടുന്നത്. മതി, ഇതിയാക്കണ്ട. അപ്പം ഞാൻ അത്ര കുറച്ചിട്ടുള്ളൂ. എനിക്കറിയില്ല അളവ്. അപ്പം ഇനി മിക്സിങ് ആണ്. ഇനി ഫ്ലോർ ഇട്ടിട്ട് അതിൻ്റെ ഒപ്പം കുറച്ച് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യണം. വേണമെങ്കിൽ ബട്ടർ ഉരുക്കിയ ബട്ടർ യൂസ് ചെയ്യാം. ഞാനിപ്പം കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതാദ്യം മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊടിയൊക്കെ മിക്സ് ചെയ്യാം. ഇനിയിപ്പം ഓക്കെ, അങ്ങനെ ഇനി എന്താ വേറെ ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ ഒന്നുകൂടി വീഡിയോ കണ്ടിട്ട് അത്രയേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും മിസ്സായിപ്പോയോ നോക്കാൻ പോയതാണ്. നമുക്കിനി ഫ്ലോർ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങാം. കുറച്ച് മിക്സ് ചെയ്തിട്ടും ബെറ്റർ. ഫ്ലോർ അധികമാണെങ്കിൽ ഫുൾ ഇട്ടാലും അധികമാണെങ്കിൽ എനിക്കത് ആ ഒരു പ്രശ്നം ഒഴിവാക്കാമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇടുന്നത്.
ഇനി കുറച്ച് പാലൊഴിക്കാണ്ട്, പാലൊഴിച്ചിട്ട് വേണം ഒന്നുകൂടി മിക്സ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നത് ഫുള്ള് വേണ്ടാന്ന് തോന്നി, ഞാൻ ഫുള്ള് എടുക്കുന്നില്ല. കുറച്ചും കൂടി ഇട്ടിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഇത്ര ഞാൻ എടുക്കുന്നില്ല, ഞാൻ ആ പോട്ടിലേക്ക് തന്നെ ഇടും. ഇനി കുറച്ച് പാൽ വയ്ക്കട്ടെ, എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഈ പാലാട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പശുവും പാലൊക്കെ നോർമൽ പശുവും പാലിൻ്റെ അത് യൂസ് ചെയ്യാൻ പറ്റും. ആ വീഡിയോയിൽ അവരത് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ, നോർമൽ പാലില്ല, അതുകൊണ്ടാണ് അത് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് മതി. നമ്മൾ മിക്സ് ചെയ്തിട്ട് ആ ഒരു പ്രോപ്പർ കൺസിസ്റ്റൻസിയിലാകുന്ന ഒരു ആയില്ലേൽ കുറച്ചുകൂടി പാൽ വയ്ക്കാം പ്രോപ്പറായിട്ട്. ഇനി അത് ഫ്രിഡ്ജിലെക്കട്ടല്ലേ, ചീത്തയായി പോകും. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്, ഇത് മതി. ഈ ഒരു അളവിലാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇതാണ് പ്രോപ്പർ ഒരു എൻ്റെ ഒരു അറിവിൽ ഈ ഒരു കൺസിസ്റ്റൻസിയാണിത്. ഈ ബാറ്റർ കൺസിസ്റ്റൻസി തന്നെ പറയാം, അത് തോന്നുന്നു. നല്ല മിക്സ് ചെയ്യട്ടെ. മധുരമൊക്കെ ഉണ്ട്, ട്രെയിലോട്ടൊക്കെ മാറ്റാം. ബാറ്റർ ശരിയായി. പിന്നെ എൻ്റെ കയ്യിൽ ബേക്കിംഗ് ട്രേ ഒന്നുമില്ല. അപ്പം നോർമലി ഞാൻ ഈ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ബേക്ക് ചെയ്യാറ്. നമ്മൾ ബട്ടർ പേപ്പർ താഴെ വെച്ചിട്ട്, അപ്പം ഈ ബട്ടർ പേപ്പർ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഈ ഒരു അളവിൽ. എനിക്ക് താഴെ മാത്രം വെച്ചാൽ മതി, സൈഡിൽ വേണ്ട. അപ്പോൾ ഒരു ഷേപ്പ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് താഴെ മാത്രം വെക്കുന്ന രീതിയിൽ ഞാൻ നോക്കുകയാണ്. അപ്പോൾ ഞാനത് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. കാരണം അത്യാവശ്യം ഇങ്ങനെയുള്ള ട്രേ ആയതുകൊണ്ട്, ഇങ്ങനെയുള്ള പാത്രം ആയതുകൊണ്ട് ഇങ്ങനെ ബട്ടർ പേപ്പർ വെക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. മതി, കുറച്ചുകൂടി കട്ട് ചെയ്യണം. ഇത് ഓക്കെ കേട്ടോ, വേവിച്ച് കട്ടെ. അപ്പോൾ നെക്സ്റ്റിന് നമ്മുടെ ബാറ്ററിയിലേക്ക് ഒഴിക്കണം. ആദ്യം വെച്ചിട്ട് സെറ്റ് ചെയ്യണം. ബട്ടർ പേപ്പർ താഴെ സെറ്റായിട്ട് നമ്മുടെ ബാറ്ററി വയ്ക്കട്ടെ. നമ്മളെ കൈനേക്കാളും വലിയ സ്പൂണൊന്നും എവിടെ ഇല്ല. കൈനേക്കാളും വലിയ സ്പൂണൊന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല, തോന്നുന്നു. അറിയാലോ, എത്ര പ്രൊഫഷണലായാലും അവസാനം ഞങ്ങൾ ലോക്കലായി പോകും. താഴ്ത്തിട്ട് കഴുകട്ടെ. ഇനി ഇതും കൂടി തുടക്കട്ടെ. എത്ര പ്രാവശ്യം ചെയ്യണം. ചെറുതായിട്ടൊരു ലെവൽ ചെയ്യണം. അവിടെ ഇവിടെ ഇങ്ങനെ ഒരു രസമില്ല, ഓർഡർ ഇല്ലാണ്ട് കിടക്കുന്നു. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല പ്രൊഫഷണൽ വേ. ഇതിൻ്റെ മുകളിൽ ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പുണ്ട്, അണ്ടിപ്പരിപ്പ് വെച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ വിചാരിക്കുന്നത്. അവർ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തത്. അപ്പം ഞാനിത് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ഇങ്ങനെ വെക്കട്ടെ. പരിപ്പൊക്കെ വെച്ച് നല്ല ആസാല കോളാക്കി വെച്ചിട്ടുണ്ട് ഡെക്കറേഷൻ.
അത് കുറച്ച് പാളിപ്പോയോ ഡൗട്ടുണ്ട്, സാരമില്ല. അപ്പോൾ ഞാൻ ഇത് ബേക്ക് ചെയ്യാൻ വെക്കട്ടെ. ഞാൻ ബേക്ക് ചെയ്യുന്ന പരിപാടി തുടങ്ങട്ടെ. ഈ നടുക്ക് ഞാൻ വെച്ചത് ഒഴിവാക്കിച്ച് ഞാനൊരു എന്താ മാംഗോ വെച്ച് തന്നെ ഒരു ഫ്ലവർ പോലെ, അറിയില്ല നടക്കുമെന്നുള്ളത്, ഫ്ലവർ പോലെ ഞാൻ ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഒരു വീഡിയോ ഞാൻ കണ്ടു. എന്താ ഫ്ലവർ പോലെ വെക്കാവുന്ന രീതിയിലാണ് ഞാൻ വെച്ചത്. എൻ്റെ കയ്യിലൊരു എയർ ഫ്രയർ ഉണ്ട്. ഇതിപ്പം BJൻ്റെ എയർ ഫ്രയറാണ്. അതിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. കുക്കറൊന്നും എടുത്ത് ഓവനില്ല, കുക്കറൊന്നും എടുത്ത് വയ്യ. അപ്പോൾ ഞാൻ വെച്ചാൽ ഇതിൽ ബേക്ക് ചെയ്യാമെന്നും ഇത് ഞാനിങ്ങനെ ബേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് എന്താ ഞാൻ വീഡിയോ ഉണ്ട്, ഇത് എന്താ ഇതിൻ്റെ ആക്ച്വൽ ഫങ്ഷണാലിറ്റീനെ നമ്മൾ ഇല്ലാണ്ടാക്കുക ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഫുഡ് വെക്കണം എന്നൊക്കെ. പക്ഷേ നമുക്ക് വേറെ ബേക്കിംഗ് ട്രേയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓവനൊന്നും ഇല്ലാത്ത നമ്മൾ ഇങ്ങനെ തന്നെ വെക്കാമെന്ന് വെച്ചു. അപ്പം ഇനി ഇതിൻ്റെ അടുത്ത കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ, വാങ്ങിച്ചു വന്നാൽ. ഇതിലിപ്പോൾ അവർ പറയുന്നത് 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് വെക്കാനാണ് നമ്മളോട് പറയുന്നത്. ഈ എയർ ഫ്രൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പം 15 മിനിറ്റ്സ് പറയുകയാണെങ്കിൽ നമ്മൾ 30 മിനിറ്റ്സ് വെക്കണം. 15 മിനിറ്റ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നും ആവില്ല, നമ്മൾ വെച്ച പോലെ തന്നെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു പ്രത്യേകത ടൈപ്പും എയർ ഫ്രയറാണിത്. ഇത് ബെസ്റ്റ് യൂസ് ഇത് കൊണ്ടുള്ള എന്താ വെച്ചാൽ കടല വറുക്കാം, അടിപൊളിയായിട്ട് കടല വറുക്കാം. നമുക്ക് എന്താ ഈ ചിക്കി വറുക്കുന്നതിന് പകരം ഇതിൽ വെച്ചിട്ട് 10 മിനിറ്റ് വേവിക്കുക, 10 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസ് വേവിക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈമർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ഇളക്കുക, വീണ്ടും 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. അടിപൊളിയായിട്ട് നമുക്ക് കടല വറുക്കാം. ഇതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് യൂസ് എനിക്കുണ്ടായി അതാണ്. ഞാൻ ഇങ്ങനെ ബേക്ക് ചെയ്യാറുണ്ട്, പക്ഷേ ഇതേപോലെ 15 മിനിറ്റ്സിനകത്ത് 30 മിനിറ്റ്സ് വെച്ചിട്ട് ഇപ്പോൾ 180 വരെ പറയുന്നത്. ഞാൻ 200, ഞാൻ എല്ലാം കുക്ക് ചെയ്ത് 200-ലാണ്. 200 കുറഞ്ഞ ഒരൊറ്റ കുക്കിംഗ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഇതിൽ പല ഡിഗ്രി സെൽഷ്യസ് പറയുന്നുണ്ട് അവർ, പക്ഷേ എനിക്കെല്ലാം 200 മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അറിയില്ല, ഞാൻ ഗിഫ്റ്റ് ഇട്ടായതുകൊണ്ടും ഇഗ്നോർ. അപ്പോൾ നമ്മൾ എന്താ 200 ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ 15 മിനിറ്റ്സ് അല്ലേ പറഞ്ഞത്, നമ്മൾ 30 മിനിറ്റ്സിലോട്ടേക്ക് ടൈമർ സെറ്റ് ചെയ്യട്ടെ. ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഓൺ ചെയ്യും. ഇനി ചൂടങ്ങ് നട്ടിട്ട് കുറേ ഫോൺ നമ്മളല്ലല്ലോ. അപ്പം ഇനി ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക്. സെറ്റാകട്ടെ. ലൈറ്റ് ഓഫ്. എൻ്റെ ടൈമർ ഓഫ് ആയിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ. ലൈറ്റ് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങോട്ട് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ചൂടുണ്ടോ? കട്ടെ. കേട്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇത്. ഇത് വെന്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂട് തണിയിട്ട് അപ്പോൾ ഒന്ന് സെറ്റാകും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഫ്ലവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ചൂട് തണിയാട്ടോ, ഭയങ്കര ചൂടുണ്ട് ഇപ്പോൾ. അത് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു കുഞ്ഞു കേക്കാണ് കേട്ടോ, ചെറിയ കേക്കാണ്. അധികം ബേക്കിംഗ് സോഡ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത്. ഇത്ര പൊന്തിയിട്ടൊന്നുമില്ല. പിന്നെ എന്താ മൈദയല്ലല്ലോ, നമ്മൾ എന്താ വീറ്റാണല്ലോ യൂസ് ചെയ്തത്, അതുകൊണ്ട് ഇത്ര എക്സ്പെക്ട് ചെയ്താൽ മതി. ബട്ട് ഇത് ഹെൽത്തി കേക്കാണ്. കാരണം എന്താ മൈദ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് അധികം ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ബേക്കിംഗ് പൗഡർ ഇതൊന്നും ഞാൻ യൂസ് ചെയ്തത്. ബേക്കിംഗ് സോഡ എൻ്റെ കയ്യിലില്ല അല്ലേ, അതായത് എനിക്ക് എനിക്ക് ഓർമ്മയില്ല. ഇനി ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പം ഞാനൊരു കഷ്ണം മാങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഭയങ്കര തിന്നായിട്ട് എന്താ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. കാരണം രാത്രി മുറിക്കാവുന്ന രീതിയിലാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അതുകൊണ്ടൊന്ന് സെറ്റാകുമല്ലോ. അതുകൊണ്ട്
അപ്പം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യട്ടെ. ഞാൻ ആക്ച്വലി കട്ടിംഗ് പാഡ് എടുക്കുന്നില്ല, കാരണം ഇതിങ്ങനെ മാങ്ങ ആയതുകൊണ്ട് പിന്നെ കട്ടിംഗ് പാഡ് എടുത്തു കഴിഞ്ഞാൽ അതിലിങ്ങനെ പറ്റി നിൽക്കുമല്ലോ, നമ്മൾ മരത്തിൻ്റെ ആയതുകൊണ്ട്. അപ്പം ഞാനത് ഒഴിവാക്കിയിട്ട് ഞാൻ ഈ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്, കല വരാത്ത രീതിയിൽ. പിന്നെ മീൻസ് മാങ്ങ വേഗം കട്ടാകുമല്ലോ, പ്രശ്നം എനിക്കില്ല. ഇത് ഞാനിങ്ങനെ ഫ്ലവർ വെക്കാമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. കുഞ്ഞായിട്ടുണ്ട്. കാരണം ചെയ്തെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ, നടക്കുമെന്നറിയില്ല. ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. നടക്കും തോന്നില്ല. തട്ടിക്കൂട്ട് ഫ്ലവറിലേക്ക് അല്ല, എക്സ്പെക്റ്റേഷൻ ഒന്നും ആർക്കും വേണ്ട. നോക്കട്ടെ, പറ്റുമെങ്കിൽ ചെയ്യും, ഇല്ലേ ഞാൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാണിക്കും. ഇത്ര തന്നെ. ആരെയും കാണാൻ നമ്മളല്ലേ കാണുന്നുള്ളൂ. ഞാനും ഉച്ച കിട്ടിയും വേറെ ആരും. നമ്മളൊട്ട് മോശമാക്കണ്ട, ലൊട്ട കേക്കൊന്നും കൊടുത്ത് നമ്മൾ പറ്റിക്കാൻ നിൽക്കണ്ട. എന്തോ ഞാൻ കാണിക്കുന്നുണ്ട്, ഒരു ഫ്ലവർ പോലെ ഒക്കെ ആവുന്നുണ്ട്. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ കണ്ട വീട്ടിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ വിപ്പിംഗ് ക്രീമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അവരിങ്ങനെ, അപ്പോൾ സുഖമാണല്ലോ ഇങ്ങനെ എന്താ ഫ്ലവർ ആക്കി വെക്കാനൊക്കെ. അപ്പോൾ അതൊന്നല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ വിപ്പിംഗ് ക്രീമൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. തട്ടിക്കൂട്ട് ഫ്ലവർ ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് ഫ്ലവർ ആക്കിയതുള്ളത്. ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് എനിക്ക് തോന്നുന്നത് വലിയ പീസ് വെച്ച് കഴിഞ്ഞാൽ വേഗം കഴിയും. കുറച്ചുകൂടി വെക്കായിരുന്നു, പക്ഷേ ഇനി ആ നടുക്ക് എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മൊത്തത്തിൽ കുളം. അത് മതി. ബാക്കി ഞാൻ വേറെ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഫ്ലവർ അത് മതി. ഈ ഫ്ലവറിൻ്റെ മുകളിൽ കാണിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു കുളവും. ഇനി ഇതിൻ്റെ മുകളിൽ കളിച്ചാൽ ഇതാണ് എൻ്റെ കേക്ക്. സ്മോൾ കുഞ്ഞി കേക്ക് കിട്ടും. ഇത്രയാണ് ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് സൂമിൽ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് എൻ്റെ കേക്ക്. ചെറിയ കേക്കാണ് കണ്ടോ. അങ്ങനെ അധികം പൊന്തിയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ബേക്കിംഗ് സോഡ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇത്രയ്ക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഹെൽത്തി കേക്കാണ്. ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ. പുറത്തുനിന്ന് എന്താ ഈ കെമിക്കൽസ് യൂസ് കളറൊക്കെ യൂസ് ചെയ്ത് കേക്കിനേക്കാളും എത്രയോ ബെറ്ററാണിത്. ഇത്രയും. അപ്പം എല്ലാവർക്കും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടി ബാക്കോട്ട് വെക്കട്ടെ. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു കേക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.